ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസിദ്ധി മാസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. വിവർത്തനം. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്കു വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഭാവാർത്ഥം: ജനകനെ പോലുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരുന്നു. തന്മൂലം അവർക്ക് വൈദിക വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ ആവശ്യവുമില്ലായിരുന്നു. എന്നിട്ടും സാമാന്യ ജനങ്ങൾക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി വിധിവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്തു പോന്നു. സീതാദേവിയുടെ പിതാവും ശ്രീരാമന്റെ ശ്വശുരനുമായിരുന്നു ജനകൻ. മഹാനായ ഒരു ഭഗവത് ഭക്തനായിരുന്നതുകൊണ്ട് അദ്ദേഹം അതീന്ദ്രിയപ്രജ്ഞനായിരുന്നു. എങ്കിലും മിഥിലയിലെ രാജാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിയതകർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രജകളെ പഠിപ്പിക്കേണ്ടിയിരുന്നു. ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തായ അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിനു മുമ്പും അതൊഴിവാക്കാനായി എല്ലാ പരിശ്രമങ്ങളും നടന്നു. ഭഗവാൻ കൃഷ്ണൻ പോലും ഒത്തുതീർപ്പിന് ശ്രമിച്ചു. എന്നാൽ മറുകക്ഷി പോരിന് തന്നെ ഉറച്ചിരുന്നു. അങ്ങനെ ന്യായമായൊരു കാര്യത്തിനു വേണ്ടി പൊരുതേണ്ടത് ആവശ്യമാണ്. കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവില്ലെന്ന് വരാം. എങ്കിലും എങ്ങനെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സാമാന്യ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായി ആ ഭക്തൻ കർമ്മനിരതനായിരിക്കും. കൃഷ്ണാവബോധത്തിൽ അനുഭവജ്ഞാനം നേടിയവർക്ക് മറ്റുള്ളവരെയും തങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.